ആന്നെ വലുതാകണേരാ ആരാണെന്ന് മനസ്സിലാവില്ല. എങ്ങനെയാ മനസ്സിലാക്കാം? ആ ഇത് കുറേ കുട്ടികൾക്കുള്ള ഒരു ഡൗട്ടാണ്, ഞാൻ പറഞ്ഞുതരാം. ചില കുട്ടികൾ ആദ്യം തന്നെ എനിക്കൊരു ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്ന രീതിയിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അത് മിക്കവാറും അവരുടെ പാരൻസ് പറയുന്നതോ അല്ല അവരുടെ ഫാമിലിയിൽ ഏതെങ്കിലും ഡോക്ടേഴ്സോ എഞ്ചിനീയേഴ്സോ ഒക്കെ ഉണ്ടായതുകൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷേ കൂടുതൽ കുട്ടികൾക്കും ക്ലാരിറ്റി വരുന്ന പലപ്പോഴും 10ാം ക്ലാസ് കഴിയുമ്പോഴോ +2 കഴിയുമ്പോഴോ ഡിഗ്രി കഴിയുമ്പോഴൊക്കെ പോലും ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താ അറിയോ, ഇപ്പം നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പം ഇപ്പോൾ ക്ലാസ്സിലെടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എല്ലാം നമ്മൾ പഠിച്ചെടുക്കുക. ഈ പഠിക്കുന്ന സമയത്ത് അതിൽ തന്നെ ചില സബ്ജക്റ്റ് നമുക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാവില്ലേ. അപ്പോൾ ചിലപ്പോൾ ആ ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ജോലിയോ എന്തെങ്കിലും ബിസിനസ്സോ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവാം. അതുമല്ല എങ്കിൽ ഇപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള കുറേ കാര്യങ്ങളുണ്ടാവും അല്ലേ. ചിത്രം വരയ്ക്കുക, പാട്ട് പാടുക, ഫുട്ബോൾ കളിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവില്ലേ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഭാവിയിൽ എന്താവും ഓർത്ത് ഇപ്പോഴേ ടെൻഷൻ അടിക്കേണ്ട. ഇനിയിപ്പോൾ നമുക്കൊരാഗ്രഹമുണ്ട്. ഇപ്പോൾ ചില കുട്ടികൾക്കുണ്ടാവും ടീച്ചർ ആവണം, ചിലർക്ക് പൈലറ്റ് ആവണം, അങ്ങനെ കുറേ ആഗ്രഹങ്ങളുണ്ടാവും. അപ്പം അതുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ക്ലാസ് എടുക്കാൻ ശ്രമിക്കുക, നമ്മൾ പഠിച്ച കാര്യങ്ങൾ വേറെ ആരോടും പറഞ്ഞു നോക്കുക. അപ്പോൾ ടീച്ചർ ആവണമെന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുമ്പോഴും നമുക്കത് ഇഷ്ടമുണ്ടോ ചിലപ്പോൾ നമ്മളതായിട്ട് മാറും. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് കളിക്കുക, അടിപൊളിയായിട്ട് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുക. ഓക്കെ.